ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, നമുക്ക് ഒരു ന്യൂ ഇയർ പെയിൻറ്റിങ് ചെയ്താലോ? അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഡാർക്ക് ബ്ലൂ എടുത്ത് ഡാർക്ക് ബ്ലൂ കൊടുക്കണം, എന്നിട്ട് ലൈറ്റ് ബ്ലൂ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇതൊരു ഈസി ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനൊക്കെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ തീമാണ് കേട്ടോ ഇത്. ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഓരോരോ ഡ്രീംസൊക്കെ കാണുമല്ലേ. എല്ലാവരും ഓരോരോ ഡിസിഷൻ എടുക്കും, നല്ല നല്ല ഡിസിഷൻ എടുക്കും. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം നന്നായി വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ ഞാൻ റെഡ് കളർ ഫ്രോക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡാർക്ക് മെറൂൺ റെഡ് കളർ ഫ്രോക്കിന് കുറച്ച് ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്കിന്നിന് സ്കിൻ കളർ ചെയ്ത് കൊടുക്കണം. അതായത് ഒരു ക്രീം കളർ ഉണ്ടാവില്ലേ, ക്രീം കളറും പിന്നെ കുറച്ച് റെഡ് കളർ എടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കിൻ കളറായിട്ട് കിട്ടും. ന്യൂ ഇയറിനൊക്കെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തൂലേ, അപ്പോൾ ആ ഒരു തീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ് ഗ്രീനും ലൈറ്റ് യെല്ലോയും പിന്നെ റെഡ് കളറിൽ നമ്മളിങ്ങനെ റൗണ്ടിൽ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 2026 എന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പൂത്തിരി കത്തുന്ന പോലെ വൈറ്റ് കളറിൽ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കണം. അതായത് കുറച്ച് വാട്ടർ കുറച്ച് കൂടുതൽ മിക്സ് ചെയ്യുക. കുറച്ച് ലൈറ്റ് കളറിലാണ് വൈറ്റ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ആ ഒരു പൂത്തിരിയുടെ ഒരു എഫക്റ്റ് വന്നില്ലേ. എന്നിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് നമ്മൾ സ്റ്റാർസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ.